മക്കളെ, അപ്പൊ നമ്മൾ ബയോളജി പരീക്ഷയും അടുത്തിരിക്കുകയാണ് അല്ലെ. നമ്മുടെ ബയോളജി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് ലിവിംഗ് വേൾഡ് മുതൽ നമ്മൾ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിലെയും എല്ലാ ഇമ്പോർട്ടന്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസും ഈ ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ദ ചാപ്റ്റർ ലിവിംഗ് വേൾഡ്. മക്കളെ നോക്കിക്കേ, സയന്റിഫിക് നെയിം ഓഫ് ലയൺ is given below, which one is correctly written? So scientific name of lion ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. ഇതിൽ ശരിയായത് ഏതാണ്? സോ നമുക്കൊരു കാര്യം അറിയാലോ, അതായത് ഒരു സയന്റിഫിക് നെയിമിന് 2 കോമ്പണൻസ് ഉണ്ട്. ഫസ്റ്റത്തെ കോമ്പണന്റ് എന്താണടാ? അത് ജനറിക് നെയിം ആണ് അല്ലെ. എന്താണ്? ജനറിക് നെയിം ആണ്. രണ്ടാമത്തെ കോമ്പണന്റ് സ്പെസിഫിക് എപ്പിത്തറ്റ് അഥവാ സ്പീഷീസ് നെയിം ആണ്. സോ ജനറിക് നെയിം എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതേ ക്യാപിറ്റൽ ലെറ്ററിൽ. സ്പെസിഫിക് എപ്പിത്തറ്റ് എപ്പോഴും സ്മോൾ ലെറ്ററിലല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതേ സ്മോൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻസിൽ ഏതാണ് ശരിയായ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഏത് ഓപ്ഷൻ ആണ്? അത് ഓപ്ഷൻ എ ആണ്. ബാക്കി എല്ലാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും എന്താണ്, എന്തൊക്കെയോ തെറ്റുകളുണ്ട് അല്ലെ. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും സ്മോൾ ലെറ്ററിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ആൻഡ് തേർഡ് ഓപ്ഷൻ നോക്കിക്കേ, ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്തു. ഫോർത്ത് ഓപ്ഷൻ നോക്കിക്കേ, ജനറിക് നെയിം സ്മോൾ ലെറ്ററിലും സ്പെസിഫിക് എപ്പിത്തറ്റ് എന്താ ക്യാപിറ്റൽ ലെറ്ററിലും സ്റ്റാർട്ട് ചെയ്തു. സോ അത് തെറ്റല്ലേ? അപ്പൊ ആദ്യത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം. യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് ഡാഷ്. സോ നമ്മൾ ടാക്സോണമിക് കാറ്റഗറീസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയായിരുന്നു? കെ പി സി ഓഫ് GS അല്ലെ. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. സോ നമുക്കറിയാം ഇതിൽ ഓരോ ടാക്സോണമിക് കാറ്റഗറിയും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു ടാക്സോണിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. സോ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് ടാക്സോൺ ആണ്. അതെന്താണ്? അത് ടാക്സോൺ ആണ്. അടുത്ത ചോദ്യം, ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് പ്രൊപ്പോസ്ഡ് ബൈ. അതായത് ഈ ഒരു സയന്റിഫിക് നെയിമിൽ 2 കോമ്പണൻസ് വേണം എന്നൊക്കെ കൊണ്ടുവന്നത് ആരാണെന്ന ചോദ്യം. നമുക്കറിയാം ബൈനോമിയൽ നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പേര് കൊടുക്കുക, നെയിമിംഗ് ആണ് അല്ലെ. ബൈനോമിയൽ, ബൈ എന്ന് പറഞ്ഞാൽ എന്താ? 2. അപ്പൊ 2 കോമ്പണൻസ് എന്നല്ലേ അർത്ഥം. അപ്പൊ ഇത് കൊണ്ടുവന്നത് നമ്മുടെ ഫാദർ ഓഫ് ടാക്സോണമി. ആരാണ് അദ്ദേഹം? കരോലസ് ലിനേയസ് അല്ലെങ്കിൽ കാൾ ലിനേയസ് അല്ലെ. ഇദ്ദേഹം എന്താണ്? നമ്മുടെ ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഫാദർ ഓഫ് ടാക്സോണമി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ആളുടെ പേര് പഠിച്ചു വെച്ചോളൂ, സ്പെല്ലിംഗ് തെറ്റാതെ നോക്കിക്കോളുക. യെസ്. അടുത്ത ചോദ്യം, റീഅറേഞ്ച് ദ ഫ്ലോയിങ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻ ദ കറക്റ്റ് സീക്വൻസ്. അപ്പം ഇവിടെ നമുക്ക് ടാക്സോണമിക് കാറ്റഗറീസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഒരു ടാക്സോണമിക് ഹയറാർക്കിയിൽ ഈ കാറ്റഗറീസ് ഒക്കെ എന്തായിരിക്കണം? കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കണം അല്ലെ. സോ ഇവിടെ എന്താണ്? തെറ്റല്ലേ കൊടുത്തിരിക്കുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്ത്? KPC ഓഫ് GS. എന്താ? KPC ഓഫ് GS. നോക്കിക്കടാ, ഇവിടെ K കഴിഞ്ഞിട്ട് P വരേണ്ട സ്ഥാനത്ത് എന്താ വന്നിരിക്കുന്നത്? C ആണ് വന്നിരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്കത് മനസ്സിലായി അത് തെറ്റാണ്. സോ നമ്മൾ ശരിയാക്കി എഴുതുക. എന്തെഴുതും? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അത്രയേ ഉള്ളൂ. ഓക്കെ. അടുത്ത ചോദ്യം, align the taxonomic categories in the ascending order. Ascending order എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ചെറുത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അത് നമ്മുടെ ലോവസ്റ്റ് ടാക്സോൺ ആണ് കേട്ടോ. ലോവസ്റ്റ് ടാക്സോൺ ആരാണടാ? അത് സ്പീഷീസ് അല്ലേ. അപ്പൊ ലോവസ്റ്റ് ടാക്സോണിൽ നിന്ന് ഹയസ്റ്റ് ടാക്സോണിലേക്ക്. ഹയസ്റ്റ് ടാക്സോൺ എന്ന് പറയുന്നത് ആരാ? അത് കിങ്ഡം അല്ലേ. സോ നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്? സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക്. അതായത് SGFOCP. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. കറക്റ്റ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്ക് എഴുതി കൊടുക്കുക. ഡിസെൻഡിങ് ഓർഡർ ആണ് ചോദിക്കുന്നത് എന്നെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യുക? കിങ്ഡത്തിൽ നിന്ന് അതിനെ സ്പീഷീസിലേക്കാണ് എഴുതേണ്ടത് കേട്ടോ. ഇത് അസെൻഡിങ് ഓർഡർ ആണ് മക്കളെ. പാരമാർക്ക് തിരിച്ചിട്ടാൽ മതി. ഇങ്ങനെ വരികയാണെങ്കിൽ അത് ഡിസെൻഡിങ് ഓർഡർ. അത്രയേ ഉള്ളൂ. ഓക്കെ. അടുത്ത ചോദ്യം, ICZN സ്റ്റാൻഡ്സ് ഫോർ. ICZN ഫുൾ ഫോം എന്താണെന്ന ചോദ്യം സ്ഥിരമായിട്ട് വരാറുള്ള ചോദ്യമാണ്. ICZ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ എന്താണ് ICZ എന്ന് പറഞ്ഞാൽ, അതായത് ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. എന്താണടാ? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇനി ഇൻ കേസ് നിങ്ങളോട് ICBN ആണ് ചോദിക്കുന്നതെങ്കിൽ അതെന്താണ്? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഓക്കെ, ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. യെസ്. അപ്പോൾ സുവോളജിക്കൽ നോമൻക്ലേച്ചർ മുന്നിൽ എന്താ? ഓഫ് ആണ് കേട്ടോ. ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ മുന്നിൽ എന്താണ്? ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അത് മാറിപ്പോവാതെ ശ്രദ്ധിക്കണേ. ഓക്കെ. അടുത്ത ചോദ്യം,
A student consider the rules of nomenclature as follows. If you find any mistake in the underlined portions, correct them with appropriate words. അപ്പോൾ നമുക്കിവിടെ ഒരു കുട്ടി നമ്മളെ നോമൻക്ലേച്ചർ, അതായത് ഈ പേര് കൊടുക്കുന്ന പരിപാടിക്ക് കുറച്ച് റൂൾസ് ഉണ്ട് അല്ലേ, അത് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ അണ്ടർലൈൻ ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളോട് തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് വേർഡ് ഇൻ എ ബയോളജിക്കൽ നെയിം റെപ്രസെന്റ് സ്പീഷീസ് ആണോ? ഫസ്റ്റത്തെ വേർഡ് സ്പീഷീസ് നെയിം ആണോ? ഒരിക്കലും അല്ല. അത് എന്ത് പേരാണ്? അത് ജീനസ് നെയിം അല്ലേ? അപ്പൊ മാറ്റി എഴുതുക, ജീനസ് നെയിം. ഓക്കെ, ആൻഡ് ഇറ്റ് ബിഗിൻസ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. അതെ, ജീനസ് നെയിം എന്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ സെക്കൻഡ് വേർഡ് റെപ്രസെന്റ്സ് ജീനസ്. ഒരിക്കലും അല്ല. സെക്കൻഡ് നെയിം ആണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? സ്പീഷീസ് നെയിം റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? സ്മോൾ ലെറ്റർ വെച്ചിട്ട്. ഓക്കെ ആണോ? സെറ്റ് ആണോ? 1 മാർക്കിന്റെ ചോദ്യമാണ്. ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാർക്ക് പോവാതെ നോക്കിക്കോളുക. കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് സ്യൂട്ടബിൾ ടേംസ്. ടേബിൾ ആണടാ. ഓക്കെ, സോ ഇവിടെ നമുക്ക് കോമൺ നെയിം തന്നിട്ടുണ്ട്. ആരാണ്? മാൻ ആണ് അല്ലേ? അതായത് മനുഷ്യന്റെ ടാക്സോണമി കാറ്റഗറീസ് ആണ് നിങ്ങളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ജീനസ് എന്താ വരുന്നത്? ജീനസ് എന്താ? ഹോമോ. കാരണം എന്താ? നമ്മളെ സയന്റിഫിക് നെയിം എന്താ? ഹോമോ സാപ്പിയൻസ് അല്ലേ? ഹോമോ എന്ന് പറഞ്ഞാൽ എന്താ? ജീനസ് നെയിം. സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് സ്പീഷീസ് നെയിം ആണ്. ഓക്കെ, ഇനി ഫൈലം എന്താണ്? ക്ലാസ് നമുക്കറിയാം, നമ്മളൊക്കെ മാമൽസ് ആയതുകൊണ്ട് മെമേലിയ. ഫൈലം എന്താണ്? നമ്മളൊക്കെ എന്താ? നോട്ടോകോഡ് ഉള്ള ആൾക്കാരല്ലേ? സോ കോർഡേറ്റ. എന്താണ്? കോർഡേറ്റ. ഓക്കെ, സെറ്റ് ആയല്ലോ. സോ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ ചാപ്റ്റർ തീരുമ്പം ആ ടേബിൾ വൃത്തിക്ക് പഠിച്ചു വെച്ചോളൂ. കാരണം ഏത് വേണമെങ്കിലും ചോദിക്കാം. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് മാനും ഹൗസ് ഫ്ലൈയും ആണ്. ഓക്കെ, അടുത്തത് റീഅറേഞ്ച് ബോത്ത് ദ ബയോളജിക്കൽ കാറ്റഗറി ആൻഡ് ടാക്സോൺ ബേസ്ഡ് ഓൺ ടാക്സോണമിക് ഹയറാർക്കി. അപ്പൊ ഇവിടെ കാറ്റഗറിയും ടാക്സോണും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് ടാക്സോണമിക് ഹയറാർക്കിക്കൽ ഓർഡറിൽ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താ വരുന്നത്? ഫൈലം. യെസ്, ഫൈലം ആണ് വരിക അല്ലെ? ഓക്കെ, ഫൈലം മസ്കയാണോ? അല്ലല്ലോ. ഫൈലം എന്താ വരുന്നത്? ആർത്രോപോഡ. ആർത്രോപോഡ. ഓക്കെ, ഫൈലം കഴിഞ്ഞാൽ പിന്നെന്താ വരേണ്ടത്? ക്ലാസ് അല്ലേ വരേണ്ടത്? യെസ്, ക്ലാസ് ആണ് വരേണ്ടത്. ക്ലാസ് എന്താ? ഇൻസെക്റ്റ. അത് കഴിഞ്ഞിട്ട് എന്താ വരേണ്ടത്? ജീനസ്. ജീനസ് എന്താണടാ? ജീനസ് എന്ന് പറയുമ്പം ദാറ്റ് ഈസ് മസ്ക. മസ്ക. സ്പീഷീസ് നെയിം എന്ത് തന്നെയാണ്? ഡൊമസ്റ്റിക്ക തന്നെയാണ്. ഓക്കെ, കണ്ടില്ലേ? രണ്ടും നമ്മൾ എന്ത് ചെയ്തു? റീഅറേഞ്ച് ചെയ്ത് എഴുതും. കാറ്റഗറിയും റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്, ടാക്സോണും റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. റീഅറേഞ്ച് ദ ഫോളോയിങ് ഇൻ കറക്റ്റ് ടാക്സോണമിക് ഹയറാർക്കിക്കൽ സീക്വൻസ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ മാനിന്റെ ടാക്സോണമിക് കാറ്റഗറീസ് ഓർഡർ തെറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ശരിയായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആദ്യം എന്താ വരേണ്ടത്? കോഡേറ്റ. കോഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈലമാണ് അല്ലേ? പിന്നെയോ ക്ലാസ് മെമേലിയ, പിന്നെ ഓർഡർ പ്രൈമേറ്റ അല്ലെ? ഹൊമിനിഡേ എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഹോമോ എന്ന് പറയുന്നത് ജീനസ് നെയിം ആണ്. സാപ്പിയൻസ് എന്ന് പറയുന്നത് സ്പീഷീസ് നെയിം ആണ്. ഓക്കെ, യെസ്. അടുത്തത് ആനിമൽ കിങ്ഡത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആനിമൽ കിങ്ഡം പൊതുവേ നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയാറ്. അപ്പൊ അതിൽ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും പലതരത്തിൽ മാറ്റി മാറ്റിയാണ് അവർ ചോദിക്കുക. അപ്പൊ എവിടെ നിന്ന് വരുന്നു നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ ചെയ്യാം. ഹെമികോഡേറ്റ്സ് ഹാവ് എ റുഡിമെന്ററി സ്ട്രക്ചർ ഇൻ ദ കോളാർ റീജിയൻ കോൾഡ്. അപ്പൊ ഹെമികോഡേറ്റേക്ക് അവരുടെ കോളാർ റീജിയനിൽ എന്തുണ്ട്? അതായത് പ്രവർത്തനക്ഷമമല്ലാത്ത ഒരു റുഡിമെന്ററി സ്ട്രക്ചർ ഉണ്ട് അല്ലെ? അതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്റ്റോമോകോഡ്. എന്താണ് വിളിക്കുന്നത്? സ്റ്റോമോകോഡ്. ഓക്കെ, യെസ്. അടുത്തത് ഡാഷ് ആൻഡ് ഡാഷ് സബ് ഫൈലം ആർ കോൾഡ് ആസ് പ്രോട്ടോകോഡേറ്റ്സ്. അപ്പൊ നമുക്കറിയാം, അതായത് നമ്മുടെ ഫൈലം കോർഡേറ്റ ഉണ്ടാവില്ലേ? ഈ കോർഡേറ്റയ്ക്ക് 3 സബ് ഫൈലംസ് ഉണ്ട് അല്ലെ? എന്തൊക്കെയാ? യൂറോകോഡേറ്റ, സിഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. ഇതില് ഈ യൂറോ ആൻഡ് സിഫാലോകോഡേറ്റ്സ് ഒരുമിച്ച് കൂടിയാൽ അവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? പ്രോട്ടോകോഡേറ്റ്സ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. നെയിം ദ ഫൈലം ഇൻ വിച്ച് അഡൽട്ട് എക്സിബിറ്റ് റേഡിയൽ സിമെട്രി ആൻഡ് ലാർവേ എക്സിബിറ്റ് ബൈലാറ്ററൽ സിമെട്രി. അതാരാണടാ? അതായത് ഇവരുടെ അഡൽട്ട് ഉണ്ടാവില്ലേ? അഡൽട്ട്. ഈ അഡൽട്ട് എന്ത് സിമെട്രി കാണിക്കുന്നുണ്ട്? അഡൽട്ട് കാണിക്കുന്നത് റേഡിയൽ സിമെട്രിയാണ്. കാരണം അഡൽട്ടിന്റെ സെൻട്രൽ ആക്സിസിലൂടെ നമ്മൾ ഏത് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്താലും എന്ത് കിട്ടും? ഈക്വൽ ഹാഫ്സ് കിട്ടും. സോ അഡൽട്ട് റേഡിയൽ സിമെട്രിയാണ് കാണിക്കുന്നത്. പക്ഷെ ലാർവ എന്ന് പറയുന്നതോ സെന്ററിലൂടെ ഒരൊറ്റ വെട്ട് കൊടുത്താൽ 2 ഈക്വൽ ഹാഫ്സ് കിട്ടും. റൈറ്റ് ലെഫ്റ്റ് ഹാഫ് അല്ലേ? അപ്പൊ ബൈലാറ്ററൽ സിമെട്രി ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഇതാരാണെന്നാ ചോദ്യം? നമ്മൾ സ്റ്റാർ ഫിഷിനൊക്കെ ആലോചിക്കുക. എക്കൈനോഡേംസ്, എക്കൈനോഡെർമേറ്റക്കാരാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് മെൻഷൻ 1 എക്സാമ്പിൾ ഈച്ച് ഫോർ ആനിമൽസ് വിത്ത് കൈറ്റിനസ് എക്സോസ്കെലിട്ടൺ ആൻഡ് ദോസ് കവേർഡ് ബൈ എ കാൽക്കേറിയസ് ഷെൽ. കൈറ്റിനസ് എക്സോസ്കെലിട്ടൺ ഉള്ളത് ആർക്കാം? കോക്രോച്ചിനെ ആലോചിക്ക്. കോക്രോച്ചിന്റെ മേലൊരു പുറന്തോടില്ലേ അല്ലെ? അതെന്താണ്? അത് കൈറ്റിനെ കൊണ്ട് ഉണ്ടാക്കിയ പുറന്തോടല്ലേ? അപ്പൊ കൈറ്റിനസ് എക്സോസ്കെലിട്ടൺ ഉള്ളത് ആർക്കാണ്? അത് നമ്മുടെ ആർത്രോപോഡയ്ക്ക് അല്ലെ? ആർക്കാണ്? ആർത്രോപോഡ. ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലം. അപ്പൊ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിലുള്ള ഒരു എക്സാമ്പിൾ എഴുതി കൊടുക്കുക, കോക്രോച്ച്. പിന്നെ കാൽക്കേറിയസ് ഷെല്ല്.
അതാർക്കാണുള്ളത്? നമ്മളെ മൊളുസ്കൻസിനല്ലേ ഉള്ളത്? യെസ്, മൊളുസ്കൻസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതി കൊടുക്കുക, സ്നെയില്. അത്രേ ഉള്ളൂ. അടുത്തത്, ഇൻ സം ആനിമൽ ഗ്രൂപ്പ്സ് ദ ബോഡി ഈസ് ഫൗണ്ട് ഡിവൈഡഡ് ഇൻ ടു കമ്പാർട്ട്മെന്റ്സ് വിത്ത് സീരിയൽ റിപ്പീറ്റേഷൻ ഓഫ് അറ്റ്ലീസ്റ്റ് സം ഓർഗൻസ്. ദിസ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഇസ് കോൾഡ്. ചില ഓർഗാനിസംസിന്റെ ബോഡീനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ കുഞ്ഞി എന്ത് കാണാൻ പറ്റും? ലിറ്റിൽ റിങ്സ് അല്ലെങ്കിൽ എന്ത് കാണാൻ പറ്റും? സെഗ്മെന്റ്സ് കാണാൻ പറ്റും അല്ലെ? അപ്പൊ ഈ സെഗ്മെന്റ്സ് ഇങ്ങനെ സീരിയലി റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ അവരുടെ ബോഡീനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? അപ്പം ഇങ്ങനെയുള്ള ഒരു ഫിനോമിനെ നമ്മൾ എന്ത് വിളിക്കും? ഈ ക്യാരക്ടറിനെ നമ്മൾ എന്ത് വിളിക്കും? ഇറ്റ് ഈസ് കോൾഡ് ആസ് മെറ്റാമറിസം അല്ലെ? സീരിയൽ റിപ്പീറ്റേഷൻ ആണ്. അതിന് നമ്മൾ എന്ത് വിളിക്കൂടാ? അതിന് വിളിക്കുന്ന പേരാണ് മെറ്റാമറിസം. ഓക്കെ, എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. ഏർത്തുവം ഒക്കെ ഇല്ലേ? അതൊക്കെ മെറ്റാമറിസം കാണിക്കുന്ന ആൾക്കാരാണ് കേട്ടോ, ഏർത്തുവം. ഓക്കെ, അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫ്ലോയിങ് സെറ്റ്സ് ഓഫ് അനിമൽസ് ബിലോങ് ടു എ സിംഗിൾ ടാക്സോണമിക് ഗ്രൂപ്പ്? ഒരേ ടാക്സോണമിക് ഗ്രൂപ്പിൽ വരുന്ന അനിമൽസ് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഏത് കറക്റ്റ് ഓപ്ഷൻ ആണെന്ന ചോദ്യം കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഓപ്ഷൻ എ കട്ടിൽ ഫിഷ്, ജെല്ലി ഫിഷ്, സിൽവർ ഫിഷ്, ഡോഗ് ഫിഷ്, സ്റ്റാർ ഫിഷ്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പൊ സ്റ്റാർ ഫിഷ് എക്കൈനോഡേം ആണ് അല്ലെ? ഡോഗ് ഫിഷ് എന്ന് പറയുന്നതോ അത് നമ്മളെ കോൺട്രിക്ടൈസിൽ വരുന്നതല്ലേ? യെസ്. പിന്നെയോ ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് നിഡേരിയാണ്. അപ്പൊ ഇവരാരും ഒരേ ടാക്സോണമിക് ഗ്രൂപ്പ് അല്ല. ബാറ്റ്, പീജിയൻ, ബട്ടർഫ്ലൈ. ബാറ്റ് മാമലാണ്, പീജിയൻ എയ്വ്സ് ആണ്, ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഇൻസെക്ട്സ് ആണ്. സോ അതുമല്ല. അവസാനത്തത് നോക്കിക്കേ, സിൽക്ക് വേം, ടേപ്പ് വേം, ഏർത്ത് വേം. എനലിഡയും ടേപ്പ് വേം എന്ന് പറയുന്നത് എന്താ? ടേപ്പ് വേം എന്ന് പറയുന്നത് നമ്മളെ പ്ലാറ്റിഹെൽമിന്തസ്, ഫ്ലാറ്റ് വേംസ് ആണ്. അതുമല്ല. സോ ദ റൈറ്റ് ആൻസർ ഇസ് മങ്കി, ചിമ്പാൻസി, മാൻ. എല്ലാവരും എന്ത് തന്നെയാണ്? മാമൽസ് ആണ് അല്ലേ? എല്ലാവരും കോഡേറ്റ്സ് ആണ്. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. അടുത്തത്, ബോഡി ക്യാവിറ്റി ഇസ് ദ ക്യാവിറ്റി പ്രസന്റ് ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ. ഇൻ സം അനിമൽസ് ദ ബോഡി ക്യാവിറ്റി ഇസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡം. സച്ച് അനിമൽസ് ആർ കോൾഡ്. അതായത് നമുക്കറിയാം, നമ്മുടെ ബോഡി വാളിന്റെയും നമ്മുടെ ഗട്ട് വാളിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ക്യാവിറ്റിയാണ് ബോഡി ക്യാവിറ്റി. അപ്പോൾ ഒരു ട്രൂ ബോഡി ക്യാവിറ്റി ഉണ്ടാവണമെങ്കിൽ ഈ ഒരു ക്യാവിറ്റിനെ ആര് ലൈൻ ചെയ്യണം? മീസോഡേം ലൈൻ ചെയ്യണം അല്ലെ? മീസോഡേം ലൈൻ ചെയ്യണം. പക്ഷേ ചില ആൾക്കാർക്ക് ബോഡി ക്യാവിറ്റിയെ ഉണ്ടാവില്ല. അവരാണ് എസീലോമീഡ്സ്. എന്താണ്? എസീലോമീഡ്സ് അല്ലെ? ബോഡി ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താടാ? സീലോമാണ്. ഓക്കെ, അവർ എസീലോമീഡ്സ് ആണ്, അതായത് ബോഡി ക്യാവിറ്റി ഇല്ലാത്തവർ. പക്ഷേ ചില ആൾക്കാർക്ക് ബോഡി ക്യാവിറ്റി ഉണ്ട്, പക്ഷെ മീസോഡേം ലൈൻ ചെയ്തതല്ല. അപ്പൊ അതൊരു ഫോൾസ് സീലോമാണ്, ഫോൾസ് ബോഡി ക്യാവിറ്റി ആണ്. അവരെ വിളിക്കുന്ന പേരെന്താ? സ്യൂഡോ സീലോമീഡ്സ്. എന്താണ്? സ്യൂഡോ സീലോമീഡ്സ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റൗണ്ട് വേംസ് അല്ലെ? റൗണ്ട് വേംസ്, ആഷൽമിന്തസ്. എസീലോമീഡ്സിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാലോ, അത് നമ്മുടെ ഫ്ലാറ്റ് വേംസ് ആണ് കേട്ടോ, പ്ലാറ്റിഹെൽമിന്തസ്. ഓക്കെ, സെറ്റ് ആയല്ലോ? യെസ്. ഓൾ സ്പോഞ്ചസ് ആർ മെറൈൻ എക്സെപ്റ്റ്. അതായത് നമ്മൾ സ്പോഞ്ചസിന്റെ എക്സാമ്പിൾ പഠിക്കുമ്പോൾ അതിൽ നമ്മൾ ഫ്രഷ് വാട്ടർ സ്പോഞ്ച് പഠിക്കുന്നുണ്ട് അല്ലേ? അത് ആരാണ്? ദാറ്റ് ഈസ് സ്പോഞ്ചില്ല. ആരാണ്? സ്പോഞ്ചില്ല. സ്പോഞ്ചില്ല ഫ്രഷ് വാട്ടർ സ്പോഞ്ച് ആണ് കേട്ടോ. യെസ്. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വിച്ച് ഗ്രൂപ്പ് ഓഫ് ഫോളോയിങ്? വാട്ടർ വാസ്കുലർ സിസ്റ്റം അത് എക്കൈനോഡെർമേറ്റയുടെ പെക്യുലിയർ ഫീച്ചർ ആണ്. നിങ്ങളുടെ വാട്ടർ കനാൽ സിസ്റ്റം ആണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. വാട്ടർ കനാൽ സിസ്റ്റം അത് പോരിഫറ ആണ്. പക്ഷെ വാട്ടർ വാസ്കുലർ സിസ്റ്റം ആണെങ്കിലോ എക്കൈനോഡെർമേറ്റ. ഐഡന്റിഫൈ ദ വേർഡ് പെയർ അപ്ലിക്കബിൾ ടു ഫൈലം ടിനോഫോറ. പക്ഷെ ടിനോഫോറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് പ്രസൻസ് ഓഫ് കോംബ് പ്ലേറ്റ്സ് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ അവരെ കോംബ് ജെല്ലീസ് എന്ന് വിളിക്കുന്നത് അല്ലെ? ഒന്ന് പ്രസൻസ് ഓഫ് കോംബ് പ്ലേറ്റ്സ്, പിന്നെ ബയോലൂമിനസെൻസ്, അതായത് അവര് പ്രകാശം പരത്തുന്ന ആൾക്കാരാ. ദേ ഹാവ് ദ എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ്. അതിനല്ലേ ബയോലൂമിനസെൻസ് എന്ന് പറയാ. അപ്പൊ അത് ആര് മാത്രമാണ്? നമ്മൾ ടിനോഫോറയാണ്. അപ്പം ഇത് 2 മാർക്കിനും 3 മാർക്കിനും വരെ ചോദിച്ചു കാണാറുള്ള ചോദ്യമാണ്. എക്സാമ്പിൾ അടക്കം പഠിച്ചു വെച്ചോളൂ. ടിനോപ്ലാന എക്സാമ്പിൾ ആലോചിക്കുക. ടിനോഫോറ, ടിനോപ്ലാന. ഓക്കെ, അടുത്തത്, ഐഡന്റിഫൈ ആൻഡ് ഒവിപാരസ് മാമൽ ഫ്രം ദ ഫ്ലോയിങ് എക്സാമ്പിൾ. ഒരാളല്ലേ ഉള്ളൂ, ആരാണത്? ഓർണിത്തോറിങ്കസ്, അല്ലെങ്കിൽ നമുക്കതിന് എന്ത് വിളിക്കാം? പ്ലാറ്റിപ്പസ്. ആരാണടാ? പ്ലാറ്റിപ്പസ്. ഓക്കെ, ഓർണിത്തോറിങ്കസ് അല്ലെങ്കിൽ പ്ലാറ്റിപ്പസ് അവർ മുട്ടയിടുന്ന മാമൽസ് ആണ്. ബാക്കി എല്ലാവരും വിവിപാരസ് ആണ്, പ്രസവിക്കുന്ന ആൾക്കാരാണ്. അടുത്ത ചോദ്യം, ഡാഷ് ഗ്രൂപ്പ് ഓഫ് കോഡഡ് പൊസസ് ആണ്. പൊസസ് സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ്. അവർക്ക് ജോ ഇല്ല. അവരുടെ വായ ഇങ്ങനെ വട്ടത്തിലാണ് ഉണ്ടാവുക. അതും വായയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇവർ എക്ടോ പാരസൈറ്റ്സാ. വലിയ വലിയ മീനിന്റെ ബോഡിയുടെ മുകളിൽ ജീവിക്കുന്ന എക്ടോ പാരസൈറ്റ്സ് ആണ്. അപ്പൊ ഇവര് ഇങ്ങനെ ആ മീനുകളെ ഇങ്ങനെ സക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള വട്ടത്തിലുള്ള സർക്കുലർ മൗത്ത് ആണ് അവർക്കുള്ളത്. അത് ഏതാണ്? ഏത് ഗ്രൂപ്പാണ്? ദാറ്റ് ഇസ് സൈക്ലോസ്റ്റൊമേറ്റ. എന്താണ്? സൈക്ലോസ്റ്റൊമേറ്റ. നമ്മളെ എനാത്ത എന്ന് പറയുന്ന കൂട്ടരാണ്. അതിൽ വരുന്നൊരു ക്ലാസ് ആണ് എന്തെന്ന് പറയുന്നത്? സൈക്ലോസ്റ്റൊമേറ്റ. ഓക്കെ, യെസ്. സീലോമേറ്റ്.
സീലോമേറ്റ്സ് ആർത്രോപോഡ് എക്സാമ്പിൾ തന്നു. സ്യൂഡോ സീലോമേറ്റ്സ് മിസ് നേരത്തെ ഓൾറെഡി പറഞ്ഞു. നമുക്ക് സ്യൂഡോ സീലോമേറ്റ്സ് ആയിട്ട് ഒരു ഫൈലമേ പഠിക്കാനുള്ളൂ. അത് നമ്മളെ ആസ്ട്രൽമിന്തസ് അഥവാ റൗണ്ട് വേംസ് ആണ്. എസ് സീലോമേറ്റ്സ് എന്ന് പറയുമ്പോൾ അത് പ്ലാറ്റി ഹെൽമിന്തസ് അഥവാ നമ്മുടെ ഫ്ലാറ്റ് വേംസ് ആണ്. ആർത്രോപോഡിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ മാൽപീജിയൻ ട്യൂബ്യൂൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ അനിലിഡയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്താ? അത് നെഫ്രീഡിയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടി മിസ് തരാം. നമ്മളെ ഫ്ലാറ്റ് വേംസ് ഇല്ലേ, അതായത് പ്ലാറ്റി ഹെൽമിന്തസ്, ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്താ? ഫ്ലെയിം സെൽസ്. ഓക്കെ, ഫ്ലെയിം സെൽസ്. ഓക്കെ, സെറ്റ് ആയോ? അപ്പോൾ എക്സ്ക്രീറ്ററി ഓർഗൻ ഇതുപോലെ നിങ്ങളോട് ചോദിക്കും. സോ ഏതൊക്കെ ഫൈലത്തിലാണോ ഇത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അനലിഡയുടേത് എന്താണ്? നെഫ്രീഡിയ. ആർത്രോപോഡയുടേത് മാൽപീജിയൻ ട്യൂബ്യൂൾ. ഫ്ലാറ്റ് വേംസിൻ്റെത് എന്താ? പ്ലാറ്റി ഹെൽമിന്തസിൻ്റെത് അത് ഫ്ലെയിം സെൽസ് ആണ് കേട്ടോ. യെസ്. ഓസ്റ്റിക്ടൈസ്. ഓസ്റ്റിക്ടൈസിന് സൈക്ലോയിഡ് സ്കെയിൽസ് അല്ലേ? അപ്പോൾ കോൺട്രിക്ടൈസിനോ എന്താണ്? പ്ലാക്കോയിഡ് സ്കെയിൽസ്. ഓസ്റ്റിക്ടൈസിന് സൈക്ലോയിഡ് സ്കെയിൽസ് മാത്രമല്ല, സൈക്ലോയിഡ് അല്ലെങ്കിൽ ടിനോയിഡ് സ്കെയിൽസും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, കോൺട്രാക്ടൈസിന് പക്ഷെ എന്താണ്? പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ്. ഓക്കെ, ദ ഡയഗ്രാം ഓഫ് എൻ അനിമൽ ഇസ് ഗിവൺ, ഐഡന്റിഫൈ ഇറ്റ്സ് സിമെട്രി. എളുപ്പമല്ലടാ. ഈ ഒരു ഓർഗാനിസത്തിന് നമ്മൾ സെന്ററിലൂടെ ഒരു കട്ട് കൊടുത്താൽ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടും. റൈറ്റ് ലെഫ്റ്റ് ഹാഫ് അല്ലേ? സെൻട്രൽ ആക്സിസിലൂടെ ഒരൊറ്റ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്താലാണ് നമുക്ക് ഇങ്ങനെ 2 ഈക്വൽ ഹാഫ്സ് കിട്ടുക. സോ ബൈലാട്രൽ സിമെട്രി. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ റീസൺ ഫോർ സെലക്ഷൻ. പൈല, സൈക്കോൺ, യൂസ്പോഞ്ചിയ, സ്പോഞ്ചില്ല. അപ്പോൾ നമുക്കിതിലൊരു കാര്യം അറിയാം. സൈക്കോണ്, യൂസ്പോഞ്ചിയ, സ്പോഞ്ചില്ല ഒക്കെ ഫൈലം പോരിഫറയിൽ വരുന്നതാണ്. പൈല എന്ന് പറയുന്നത് ഫൈലം മുളുസ്കയാണ്. അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഓഡ് വൺ ഔട്ട് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, എന്ത് ചെയ്യുക? റീസൺ കൂടി നിങ്ങളിവിടെ എഴുതണം. ഓക്കെ, പോരിഫറ എസിമെട്രിക്കല. അതായത് പോരിഫറനെ നമ്മൾ എങ്ങനെ സെൻട്രൽ ആക്സിസിലൂടെ കട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ഹൗസ് കിട്ടില്ല. സിമെട്രി ഇല്ല അവർക്ക്, എസിമെട്രിക്കല. പക്ഷെ നിഡേരിയയോ അവര് റേഡിയലി സിമെട്രിക്കൽ ആണ്. എന്താണ്? റേഡിയലി സിമെട്രിക്കൽ ആണ്. വിച്ച് ക്ലാസസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ന്യൂമാറ്റിക് ബോൺസ്. ന്യൂമാറ്റിക് ബോൺസ് അതായത് ബോൺസ് വിത്ത് എയർ ക്യാവിറ്റീസ്, അതായത് നമ്മളെ കാറ്റ് നിറച്ചതുപോലെയുള്ള അസ്ഥികളുള്ള കൂട്ടര്, അത് എയ്വ്സ് ആണ്. കാരണം അവർക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കണം, അവർക്ക് പറക്കാനുള്ളതാണല്ലേ. സോ അവർക്ക് ന്യൂമാറ്റിക് ബോൺസ് ആണുള്ളത്. എയ്വ്സ് കേട്ടോ. എയ്വ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ബേർഡ്സ്. ആർത്രോപോഡ് ഇസ് ദ ലാർജസ്റ്റ് ഫൈലം ഇൻ ആനിമൽ കിങ്ഡം. റൈറ്റ് എനി 2 വെക്ടേഴ്സ് ഇൻ ദിസ് ഫൈലം. അതായത് നമ്മൾ ആർത്രോപോഡ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഫൈലം ആണല്ലോ. അപ്പോൾ അതിൽ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്, പ്രത്യേകിച്ച് വെക്ടേഴ്സും വരുന്നുണ്ട്. അതായത് രോഗം പടർത്തുന്ന ആൾക്കാർ വരുന്നുണ്ട്. അപ്പം തന്നെ നമ്മളെ മനസ്സിൽ കത്തും ആരാ? നമ്മളെ മോസ്കിറ്റോസ്. മോസ്കിറ്റോസിൽ തന്നെ നിങ്ങൾ ഓൾറെഡി പലതും പഠിച്ചിട്ടുണ്ട്. ഇപ്പം മലേറിയ ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലെ അനോഫിലസ് മോസ്കിറ്റോ, മന്ത് ഉണ്ടാക്കുന്നത് ക്യുലെക്സ് മോസ്കിറ്റോ, പിന്നെ ഈഡിസ് മോസ്കിറ്റോ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള ചില വെക്ടേഴ്സിൻ്റെ പേര് മാത്രം ഇവിടെ എഴുതിയാൽ മതി. ഓക്കെ, റൈറ്റ് ഇൻ 2 എക്സാമ്പിൾ ഫോർ ഇക്കോണമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്ട്സ്. അതായത് നമുക്ക് ഉപകാരം ഉണ്ടാക്കി തരുന്നത്, ഉപകാരം എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട ചില ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് ഈ ഇൻസെക്ട്സിനെ കൊണ്ട് പറ്റും. ഉപകാരപ്രദമായിട്ടുള്ള ഇൻസെക്ട്സ്, അതാണ് മിസ് ഉദ്ദേശിച്ചത് കേട്ടോ. യെസ്, പറഞ്ഞേ, അത് ആരൊക്കെയാണ്? ഹണിബി, നമുക്ക് ഹണി തരുന്നില്ലേ? ഹണിബി എന്താ? എപ്പിസ്. പിന്നെ സിൽക്ക് വേം അല്ലെ, നമ്മൾ പട്ടുണ്ടാക്കുന്നുണ്ട് അല്ലെ, ബോംബിക്സ്. പിന്നെയോ ലാക്ക് ഇൻസെക്ട്, ലാക്സിഫർ. നമ്മൾ ഈ ജപ്തിയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് നമ്മളെ ലോക്കിൽ തുണി ചുറ്റിയിട്ട് ഒരു റെഡ് സാധനം വെച്ച് അവർ സീൽ ചെയ്യും അല്ലേ, അത് ലാക്കാണ്. അത് ഉണ്ടാക്കുന്നത് ലാക്ക് ഇൻസെക്റ്റിൽ നിന്നാണ്, ലാക്സിഫറിൽ നിന്നാണ് കേട്ടോ. അടുത്തത് ഫൈൻഡ് ഔട്ട് ദ സ്യൂഡോ സീലോമേറ്റ് അനിമൽ ഫ്രം ദ ഫ്ലോയിങ്. ഇതിൽ ഏതാണ് സ്യൂഡോ സീലോമേറ്റ്? അതിനൊരൊറ്റ ഒന്ന് ആലോചിച്ചാൽ മതി. ഇതിൽ നമ്മളെ റൗണ്ട് വേംസ് അഥവാ ആസ്ട്രൽമിന്തസിന്റെ എക്സാമ്പിൾ ഏതാണെന്ന് ആലോചിക്കുക. അതാരാണ്? ഹൂക്ക് വേം ആണ്. കിട്ടില്ലേ? യെസ്. അടുത്തത് എ ലിംബ്ലെസ് ആംഫീബിയൻ. ഏതാണ് ലിംബ് ലെസ് ആംഫീബിയൻ? അത് ഇക്തിയോഫസ്. ആരാണ്? ഇക്തിയോഫസ്. ഓക്കെ, ഇക്തിയോഫസ് ആണ് ലിംബ്ലെസ് ആംഫീബിയൻ. നെയിം ദ അൺഡിഫറൻഷിയേറ്റഡ് ലെയർ പ്രസന്റ് ഇൻ ബിറ്റ്വീൻ എക്ടോഡേം ആൻഡ് എൻഡോഡേം ഇൻ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ്. അപ്പോൾ ഈ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസിന് 2 ജേം ലെയേഴ്സേ ഉള്ളൂ. ഔട്ടർ മോസ്റ്റ് എക്ടോഡേമും ഇന്നർ മോസ്റ്റ് എൻഡോഡേമും. പക്ഷെ ഇതിന്റെ രണ്ടിനും ഇടയിൽ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മീസോഗ്ലിയ. എന്താ വിളിക്കുക? മീസോഗ്ലിയ. വിച്ച് ഓഫ് ദ ഫ്ലോയിങ് ആനിമൽ എക്സിബിറ്റ് മെറ്റാജനസിസ്? മെറ്റാജനസിസ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെ, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇതിനെയാണ് നമ്മൾ മെറ്റാജനസിസ് എന്ന് പറയാം. അപ്പം ഇത് കാണിക്കുന്നത് നിഡേരിയാണ്. ഓക്കെ, നിഡേരിയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ നിഡേരിയയിൽ വരുന്ന ഒരാൾ ആരാ? അത് ആംഫീബിയൻസ് ആണ് കേട്ടോ. പക്ഷെ നിഡേരിയൻസിൽ തന്നെ എല്ലാവരും മെറ്റാജനസിസ് കാണിക്കണം എന്നില്ല. ഓക്കെ, പക്ഷെ ഒബീലിയ നിഡേരിയൻ ആണ്, അത് മെറ്റാജനസിസ് കാണിക്കുന്നുണ്ട്. The body of sponges is supported by a skeleton made up of. അതായത് നമ്മളെ സ്പോഞ്ചസിന് എന്തുണ്ട്? അവരെ ബോഡീനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്കെലിട്ടൺ ഉണ്ട് അല്ലെ, സ്കെലിട്ടൺ സ്ട്രക്ചർ ഉണ്ട് അല്ലെ. അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതാണ് സ്പൈക്യൂൾസ് അല്ലെങ്കിൽ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. സ്പൈക്യൂൾസ് അല്ലെങ്കിൽ എന്താണ്? സ്പോഞ്ചിൻ ഫൈബേഴ്സ്. ഓക്കെ,
യെസ്, അങ്ങനെ നമ്മൾ അനിമൽ കിങ്ഡത്തിലെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്തതാണ് നമ്മളെ ബയോമോളിക്യൂൾസ് അല്ലെ, ബയോമോളിക്യൂൾസ്. ഓക്കെടാ മക്കളെ, നോക്കിക്കേ. ഡാഷ് ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ഹോൾ ഓഫ് ദ ബയോസ്ഫിയർ. അതായത് നമ്മളെ ബയോസ്ഫിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണെന്ന ചോദ്യം. ഏതാണ്? ദാറ്റ് ഇസ് റുബിസ്കോ. ഓക്കെ, റുബിസ്കോ. ഇനി അനിമൽ വേൾഡിലാണെങ്കിൽ അത് ഏതാ? കൊളാജൻ. ഏതാണ്? കൊളാജൻ. ബയോസ്ഫിയറിൽ റുബിസ്കോ, അനിമൽ വേൾഡിൽ ഏതാണ്? കൊളാജൻ ആണ്. മെനി എലമെന്റ്സ് ആർ ഫൗണ്ട് ഇൻ ലിവിംഗ് ഓർഗാനിസംസ് either free or in the form of compounds. One of the following is not found in living organisms. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏത് എലമെന്റ് ആണ് ലിവിംഗ് ഓർഗാനിസംസിൽ ഇല്ലാത്തത്? മെഗ്നീഷ്യം, അയേൺ, സോഡിയം ഇതൊക്കെ ഉണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഇസ് സിലിക്കൺ. In a polysaccharide, the individual monosaccharides are linked by dash bond. അതായത് പോളിസാക്രൈഡ് എന്ന് പറയുന്നത് ഒരു മുത്തുമാലയല്ലേ? അപ്പം ആ മുത്തുമാല ഉണ്ടാക്കണമെങ്കിൽ കുറെ മുത്തുകൾ വേണ്ടേ? മുത്തുകൾ അഥവാ മോണോസാക്രൈഡ്സ് വേണ്ടേ? യെസ്. അപ്പം ഈ മോണോസാക്രൈഡുകളെ നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്ന ബോണ്ടിന്റെ പേരാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. എന്താണ്? ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇത് നിങ്ങളോട് പ്രോട്ടീൻ വെച്ചും ചോദിക്കാം. അപ്പൊ പ്രോട്ടീനിൽ അമിനോ ആസിഡ്സിനെ ലിങ്ക് ചെയ്തിരിക്കുന്നത് പെപ്റ്റൈഡ് ബോണ്ട് വെച്ചിട്ടാണ് കേട്ടോ. അടുത്തത്, മെനി ഓർഗാനിക് സബ്സ്റ്റൻസസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. എക്സാമ്പിൾ അസറ്റിക് ആസിഡ്, വൈൽ അതേഴ്സ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്. അമോണിയം അയോൺ. അതായത് പല ഓർഗാനിക് സബ്സ്റ്റൻസസും നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. എക്സാമ്പിൾ എന്താ? അസറ്റിക് ആസിഡ്. ചിലത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അമോണിയം. ആൻഡ് അമിനോ ആസിഡ് അണ്ടർ സർട്ടൻ കണ്ടീഷൻസ് വുഡ് ഹാവ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് സൈമൾട്ടേനിയസ്ലി ഇൻ ദ സെയിം മോളിക്യൂൾ. പക്ഷേ അമിനോ ആസിഡിന് ചില കണ്ടീഷനിൽ ഒരേ സമയം പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള അമിനോ ആസിഡിനെ നമ്മൾ എന്ത് വിളിക്കും? അതിന് വിളിക്കുന്ന പേരെന്താണ്? സ്വിറ്റർ അയോണിക് ഫോൺ അല്ലെങ്കിൽ സ്വിറ്റർ അയോൺ. അതായത് ഒരു അമിനോ ആസിഡിനെ ഐസോ ഇലക്ട്രിക് പി എച്ചിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഇടുകയാണെങ്കിൽ അതിൻ്റെ അമിനോ ഗ്രൂപ്പിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നു അല്ലെ, NH3+ ആകും. പിന്നെയോ അതിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പിൽ എന്താവും? COO- ആവും. അപ്പോൾ ഒരേ അമിനോ ആസിഡ് മോളിക്യൂളിന് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് വന്നു. അതാണ് സ്വിറ്റർ അയോണിക് ഫോം. ഡാഷ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ അമിനോ ഷുഗർ. അമിനോ ഷുഗറിന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതുക. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസമീൻ. റൈറ്റ് എൻ എക്സാമ്പിൾ ഫോർ കോംപ്ലക്സ് പോളിസാക്രൈഡ്. കോംപ്ലക്സ് പോളിസാക്രൈഡിന് ഒരു എക്സാമ്പിൾ എന്താണ്? നാഗ് ആലോചിക്കുക. N-acetyl galactosamine. എന്താണ്? N-acetyl galactosamine. ഓക്കെ. ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് പ്രസന്റ് ഇൻ DNA. നമ്മളെ DNA ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ഉണ്ട് അല്ലേ? അതായത് ഇങ്ങനെ റിംഗ് സ്ട്രക്ചർ കാണിക്കുന്ന കോമ്പൗണ്ട് ഇല്ലേ? യെസ്. അതിന് നമ്മൾ എന്ത് വിളിക്കും? നൈട്രജൻ ബേസ്. എന്താണ്? നൈട്രജൻ ബേസ്. നമ്മൾ പഠിച്ചിട്ടില്ലേ? A എഡനിൻ, T തൈമിൻ, G ഗ്വാനിൻ, U വേണ്ട, U RNA-ലാണ് കേട്ടോ. C സൈറ്റോസിൻ. The activity of an enzyme is sensitive to the presence of specific chemicals that bind to the enzyme. When the binding of the chemical shuts off enzyme activity, such chemicals are called. അതായത് ചില കെമിക്കൽസ് എൻസൈമുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യുമ്പം എൻസൈമിന്റെ ആക്ടിവിറ്റീനെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയുള്ള കെമിക്കൽസിനെ നമ്മൾ എന്ത് വിളിക്കുന്ന ചോദ്യം? എന്താ വിളിക്കുക? ഇൻഹിബിറ്റേഴ്സ്. അവരെ വിളിക്കുന്ന പേരെന്താ? ഇൻഹിബിറ്റേഴ്സ്. The most abundant chemical in living organisms. നമ്മളെ ലിവിങ് ഓർഗാനിസത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കെമിക്കൽ വെള്ളമാണടാ, വാട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, enzymes that catalyze removal of groups from substrates by mechanisms other than hydrolysis leaving double bond. അതായത് ഒന്നുമില്ല, അതായത് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ എന്ത് ഫോം ചെയ്തു? ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. സോ ഏത് എൻസൈം ഗ്രൂപ്പാണ് അത് ചെയ്യുന്നത്? ലയേസസ്. ഓക്കെ, ആരാണ്? ലയേസസ് ആണ്. സോ അതിൽ നിങ്ങൾക്ക് ഒരു 6ഓളം കാറ്റഗറീസ് പഠിക്കാനുണ്ട്. ആ 6ഉം പഠിച്ചു വെക്കുക, എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം. Dash structure is absolutely necessary for the many biological activities of proteins. ഇപ്പോൾ പ്രോട്ടീനിന് നമുക്കറിയാം പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടർണറി സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ? ഇതിൽ ഏത് സ്ട്രക്ചറാണ് ബയോളജിക്കലി ആക്റ്റീവ്? ദാറ്റ് ഈസ് ടെർഷ്യറി സ്ട്രക്ചർ. അടുത്തത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിലെ ക്വസ്റ്റ്യൻസ് ആണ്. ERV + TV + IRV = അപ്പോൾ നമുക്ക് റെസ്പിറേറ്ററി വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റീസിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യം ചോദിച്ചു കാണാറുണ്ട്. 1 മാർക്കിനോ 2 മാർക്കിനോ 3 മാർക്കിനോ വരെ ചോദിച്ചു കാണാറുണ്ട്. 1 മാർക്കിനാകുമ്പോൾ ഇങ്ങനെ സിമ്പിൾ ചോദ്യങ്ങളെ വരുള്ളൂ. സോ ഇങ്ങനെ ഇക്വേഷൻസ് ചിലതിന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതൊക്കെ പഠിച്ചു വെച്ചോളുക. ERV എക്സ്പിറേറ്ററി റിസർവ് വോളിയം, TV എന്താണ്? ടൈഡൽ വോളിയം, IRV ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. 3ഉം കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? വൈറ്റൽ കപ്പാസിറ്റി. ഓക്കെ, വൈറ്റൽ കപ്പാസിറ്റി. മെഡുല്ല റെസ്പിറേറ്ററി റിതം സെന്റർ. അങ്ങനെയാണെങ്കിൽ ന്യൂമോടാക്സിക് സെന്റർ എവിടെയാണ് ഇരിക്കുന്നത്? സോ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷനിൽ നമുക്കറിയാം നമ്മളെ റെസ്പിറേറ്ററി റിതം സെന്റർ ഇല്ലേ, അതായത് നോർമൽ റെസ്പിറേഷനെ റെഗുലേറ്റ് ചെയ്യുന്ന സെന്റർ, അത് മെഡുല്ല റീജിയനിലാണ്. ന്യൂമോടാക്സിക് സെന്റർ എവിടെ ഇരിക്കുന്നത്? പോൺസ് വെരോളി, പോൺസ് റീജിയനിലാണ് ഇരിക്കുന്നത് കേട്ടോ.
Respiratory disorder in which alveolar walls are damaged due to which respiratory surface is decreased. അതായത് ഈ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ, സിഗരറ്റിൽ നമുക്കറിയാം ടൊബാക്കോ ഉണ്ട്, ടൊബാക്കോയിൽ കെമിക്കൽസ് ആയിട്ടുള്ള നിക്കോട്ടിൻ ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ ഇത് നമ്മളെ ആൽവിയോളയുടെ ഉള്ളിൽ വന്ന് അടിഞ്ഞുകൂടി ഈ ആൽവിയോളയെ തന്നെ എന്ത് ചെയ്ത് കളയും, നശിപ്പിച്ചു കളയും. അപ്പൊ ആൽവിയോള ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ നമ്മളെ റെസ്പിറേറ്ററി സർഫസ് ഇങ്ങനെ കുറഞ്ഞു വരും അല്ലേ. ഇത് ഏത് രോഗത്തിന് കാരണമാകും? എംഫിസിമ. ഏതാണ്? എംഫിസിമ. Name the enzyme that accelerate the following reaction. So നമുക്കറിയാം ഏറ്റവും കൂടുതൽ കാർബൺ ഡയോക്സൈഡ്, ഏകദേശം 70% കാർബൺ ഡയോക്സൈഡും ഏത് രൂപത്തിലാണ് ട്രാൻസ്പോർട്ട് ആവുക? ബൈ കാർബണേറ്റിന്റെ രൂപത്തിൽ. ഓക്കെ, ബൈ കാർബണേറ്റിന്റെ രൂപത്തിൽ. സോ മക്കളെ പറഞ്ഞേ, നോക്കിക്കേ, കാർബൺ ഡയോക്സൈഡും പ്ലാസ്മയിലെ വാട്ടറും കൂടി ചേർന്നിട്ട് ആദ്യം കാർബോണിക് ആസിഡ് ആവും. പിന്നെ അത് എന്താകും? ഡിസോസിയേറ്റ് ചെയ്തിട്ട് ബൈ കാർബണേറ്റ് അയോൺസ് ആയിട്ട് മാറും അല്ലേ. യെസ്. അപ്പൊ ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഏതാ? കാർബോണിക് ആൻഹൈഡ്രേസ്. ഏതാണടാ? കാർബോണിക് ആൻഹൈഡ്രേസ്. യെസ്. അപ്പോൾ മിസ്സിന്റെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇനിയും നമുക്കൊരു 5 ചാപ്റ്റേഴ്സിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പൊ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇർഫാത്ത് സർ വരുന്നുണ്ട്. സോടെ മക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതെന്തുകൊണ്ടാ? 1 മാർക്ക് നഷ്ടപ്പെട്ടാൽ A+ നഷ്ടപ്പെടും, 1 മാർക്ക് നഷ്ടപ്പെട്ടാൽ ഫുൾ മാർക്ക് നഷ്ടപ്പെടും. സോ ഈ 1 മാർക്കാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ കുഴയ്ക്കുക. അപ്പം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊക്കെ പറയാം മാക്സിമം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിലുണ്ട്, ഇത് കണ്ടിട്ട് എക്സാമിന് പോകാനായിട്ട് പറയാം കേട്ടോ. എക്സാം ഈസി ആകും, കാരണം നമ്മുടെ ലൈവ് ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ലൈവ് സെഷനിലേക്ക് നിങ്ങൾ വരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സോ എന്തായാലും ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഇർഫാത്ത് സർ വെയിറ്റിംഗ് ആണ്. സാറിന് ഞാൻ മൈക്ക് കൊടുക്കുകയാണ് കേട്ടോ. അടുത്ത ചാപ്റ്റേഴ്സുമായിട്ട് സാർ വരുന്നുണ്ട്. ഹലോ. അപ്പം അശ്വിനി മിസ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് വരെയുള്ള 1 മാർക്കിന്റെ ചോദ്യം അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്തു അല്ലേ. നമുക്കിനി സുവോളജിയിൽ 5 ചാപ്റ്റർ കൂടിയാണ്. അത് ബോഡി ഫ്ലൂയിഡ്സ് മുതൽ നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം, കെമിക്കൽ കോർഡിനേഷൻ വരെയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ഏതിലേക്ക് പോവാടാ? ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. എന്താണ് ആദ്യത്തെ ചോദ്യം? 1 മാർക്കിന്റെ ചോദ്യം എന്താണ്? ദ ഡബിൾ വാൾഡ് മെംബ്രെയിൻ ദാറ്റ് പ്രൊട്ടക്ട്സ് ദ ഹാർട്ട് ഈസ് കോൾഡ്. നമ്മളെ ഹാർട്ടിന്റെ കവറിംഗ് മെംബ്രെയിന്റെ പേരെന്താ? പെരികാർഡിയം എന്നാണ് പറയട്ടോ. ഹാർട്ടിന്റെ കവറിംഗ് മെംബ്രെയിൻ പെരികാർഡിയം ആണ്. ഇനി ലങ്സിൻ്റെത് ചോദിച്ചാൽ പ്ലൂറൽ മെംബ്രെയിൻ ആണ്. നമ്മളെ തലച്ചോറ് ബ്രെയിൻ്റെത് ചോദിച്ചാൽ ക്രേനിയൽ മെനിഞ്ചസ് ആണ്. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. കിഡ്നിയുടെ കവറിംഗ് മെംബ്രെയിന്റെ പേര് ചോദിച്ചാൽ അത് റീനൽ ക്യാപ്സ്യൂൾ ആണ്, റീനൽ ക്യാപ്സ്യൂൾ. ഓക്കെ അല്ലേ. അപ്പൊ ഹാർട്ടിൻ്റെത് പെരികാർഡിയം ആണ്. ഓക്കെ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ. നമ്മളെ രക്തത്തിലുള്ള രക്തം കട്ട പിടിപ്പിക്കാൻ സഹായിക്കുന്ന ഫാക്ടർ അല്ലെ ക്ലോട്ടിംഗ് ഫാക്ടർ. അത് നമ്മളെ ബ്ലഡിലുള്ള പ്ലാസ്മയെന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡിനെ നമ്മൾ സീറം എന്നാണ് വിളിക്കുക. പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ, സീറം സീറം സീറം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ ഈസ് ഗാർഡഡ് ബൈ. നമുക്കറിയാം നമ്മളെ ഹാർട്ടിന്റെ റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ. ഇവിടെ നമുക്ക് 3 കസ്പല്ലേ, ഇവിടെ 2 കസ്പല്ലേ. അതിനൊരു ട്രിക്ക് ഉണ്ട്. റൈറ്റ് എന്നല്ലടാ, റൈറ്റ് റൈറ്റ്. അപ്പൊ റൈറ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഇട്ടിട്ട് ടി അതിലുണ്ട്. റൈറ്റ് ട്രൈ. അപ്പൊ റൈറ്റ് സൈഡിൽ ട്രൈ കസ്പിഡ് വാൾവ്, 3 കസ്പുള്ള വാൾവാണ്. ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ അത് ബൈ കസ്പിഡ് വാൾവാണ്, മിട്രൽ വാൾവ് എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എറിത്രോസൈറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസ് അല്ലേ. എറിത്രോസൈറ്റ് RBC അല്ലേ, ഒരു ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന്റെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നു. ബ്രീത്തിങ്ങിന് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ത്രോംബോസൈറ്റിന്റെ ഫംഗ്ഷൻ എന്താ? എന്താണ് ആ ത്രോംബോസൈറ്റ്? ത്രോംബോസൈറ്റ് എന്ന് വെച്ചാൽ നമ്മളെ പ്ലേറ്റ്ലെറ്റ് ആണ്. പ്ലേറ്റ്ലെറ്റ് സെൽസിലെ പ്ലേറ്റ്ലെറ്റ് ഫാക്ടർ റിലീസ് ചെയ്യുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു സെല്ലാണ് പ്ലേറ്റ്ലെറ്റ്. ക്ലോട്ടിംഗ് ഫാക്ടർ ആണ്. ക്ലോട്ടിംഗ് ഫാക്ടർ അല്ല, ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കാറുണ്ട്, കൊയാഗുലേഷന് സഹായിക്കാറുണ്ട് പ്ലേറ്റ്ലെറ്റ് ഫാക്ടേഴ്സ്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്. ത്രോംബോസൈറ്റ് എന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് ആണ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കാറുണ്ട്, ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഇൻ ദ മെഡിക്കൽ റെക്കോർഡ് ഓഫ് എ patient blood pressure is not as 140/90 mmHg. What does it indicate? 140/90 സിസ്റ്റോളിക് ഡയസ്റ്റോളിക് പ്രഷർ ആണെങ്കിൽ അത് BP കൂടുതലല്ലേ പഠിച്ചത്. അപ്പൊ BP കൂടുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്നാണ് വിളിക്കുക. ഹൈപ്പർ ടെൻഷൻ. നോർമൽ വാല്യൂ 120/80 അല്ലേ. 140/90 ആയി കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ എന്ന അസുഖത്തിനെ നമ്മൾ വിളിച്ചു. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? Which of the following WBC are associated with allergic reaction? അലർജിക് റിയാക്ഷനുമായി ബന്ധപ്പെട്ട WBC സെൽ ഏതാണ്? ഗ്രാനുലോസൈറ്റ്. എല്ലാ ഫില്ലുകളും ഗ്രാനുലോസൈറ്റാ അല്ലേ. എല്ലാ ഫില്ലുകളും ഗ്രാനുലോസൈറ്റാ. ന്യൂട്രോഫിൽ, ഈസനോഫിൽ, ബേസോഫിൽ. അഗ്രാനുലോസൈറ്റ് മോണോസൈറ്റും ലിംഫോസൈറ്റും അല്ലേ. ഇതിനൊരു ട്രിക്ക് ഉണ്ട്. അലർജി അല്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി അലർജി. അപ്പൊ E ആണ്. അപ്പൊ E ഏതാണ്? ഈസനോഫിൽ ആണ്.
ഈസനോഫിൽ. ഇതിന്റെ ആൻസർ നമുക്ക് വരിക ഈസനോഫിൽ. ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഈസനോഫിൽ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എന്താണ് അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. ദാറ്റ് ഈസ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദർ എലിമിനേഷൻ. ഇതിലുള്ള 1 മാർക്കിന്റെ ചോദ്യം നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നിങ്ങൾ നോക്കിക്കേ. ദ ഡിസോർഡർ ഇൻ വിച്ച് സ്റ്റോൺ ഓർ ഇൻസോല്യൂബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ് സാൾട്ട് ഫോം വിത്തിൻ ദ കിഡ്നി. ഓക്സലേറ്റ് പോലത്തെ സാൾട്ടിന്റെ ഡെപ്പോസിഷൻ, കല്ലിന്റെ ഡെപ്പോസിഷൻ കിഡ്നിയിൽ വരിക. അത് നമ്മൾ എന്താ വിളിക്കുക? കിഡ്നി സ്റ്റോൺ എന്ന് വിളിക്കും, അല്ലെങ്കിൽ റീനൽ കാൽക്കുലൈ, അല്ലെങ്കിൽ നമുക്ക് കോമൺ നെയിം ആയിട്ട് അതിനെ കിഡ്നി സ്റ്റോൺ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റീനൽ കാൽക്കുലൈ എന്ന് വിളിക്കും. റീനൽ കാൽക്കുലൈ അല്ലെ, മൂത്രക്കല്ല് എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ദ കണ്ടീഷൻ ഓഫ് അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ദ ബ്ലഡ് ഈസ് ടേംഡ് ആസ്. നമ്മളെ ബ്ലഡിൽ യൂറിയ നിറയുന്ന അവസ്ഥയ്ക്ക് നമ്മൾ എന്താ വിളിക്കുക? യുറീമിയ. സി ഈസ് ദ റൈറ്റ് ആൻസർ. യുറീമിയ എന്നാണ് വിളിക്കുക. ഇനിയോ ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഏതാന്ന് ചോദിച്ചാൽ നമുക്കത് 1 മാർക്കിനുള്ള ചാൻസ് ഉണ്ട്. ഹീമോ ഡയാലിസിസ് എന്നാണ് വിളിക്കുക. ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഹീമോ ഡയാലിസിസ് ആണ് യുറീമിയക്കുള്ള ട്രീറ്റ്മെന്റ്. ഈ കാര്യം കൂടിയും എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇൻ ഹ്യൂമൻ കിഡ്നി നമ്മൾ റെഗുലേഷനിൽ പഠിക്കുന്നുണ്ട്. ആൻജിയോടെൻസിനോജൻ കൺവേർട്ടഡ് ടു ആൻജിയോടെൻസിൻ 1 അവരെ കൺവേർഷൻ അല്ലെ, ആൻജിയോടെൻസിനോജൻ ഇനാക്റ്റീവാ, അതിനെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റാൻ സഹായിക്കുന്ന എൻസൈമിന്റെ പേരെന്താ? ആ എൻസൈമിന്റെ പേരാണ് റെനിൻ. ഓപ്ഷൻ ഡി, റെനിൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? നമ്മൾ എക്സ്ക്രീഷനിൽ പഠിക്കുന്നുണ്ട് വെള്ളത്തിലുള്ള അധിക ജീവികൾ അമോണിയാണ് കളയുക. ഹൈലി ടോക്സിക് അല്ലേ, ലീസ്റ്റ് ടോക്സിക് യൂറിക് ആസിഡ് അല്ലേ. അപ്പൊ ഫിഷസ് അമോണോട്ടലിക് ആണ്, മെയിൻ ആയിട്ട് ബോണി ഫിഷസ് ആണ്. അപ്പൊ കോക്രോച്ചോ? അക്വാട്ടിക് ഇൻസെക്ട് ഒക്കെ അമോണിയാണ് കളയുക, പക്ഷെ കോക്രോച്ച് ടെറസ്ട്രിയൽ ഇൻസെക്റ്റിലാണ് നമ്മൾ പറയുക. അതുകൊണ്ട് കോക്രോച്ച് കളയുന്നത് യൂറിക് ആസിഡ് ആണ്. അതുകൊണ്ട് ആ ആനിമലിനെ, യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആനിമലിനെ യൂറിക്കോട്ടലിക് ആനിമൽസ് വിളിക്കാൻ പറ്റും. യൂറിക്കോട്ടലിക്. നമ്മളെ റെപ്റ്റൈൽസും ബേർഡ്സും ഒച്ചുകൾ സ്നെയിൽസ് ഒക്കെ കളയുന്നത് യൂറിക് ആസിഡ് ആണ്. യൂറിക്കോട്ടലിക്കിന് ആനിമലിന് എക്സാമ്പിൾ ആണ്. നമ്മളോ മാമൽസ് ഒക്കെ യൂറിയോട്ടലിക് ആണ്, യൂറിയാണ് കളയുക അല്ലേ. യെസ്. അടുത്ത് നമ്മളെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് ചാപ്റ്ററിലേക്ക് പോവാം. നമ്മളെ എല്ലുകളും മസിലിനൊക്കെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ അല്ലേ. ആ ചാപ്റ്ററിൽ നിന്ന് 1 മാർക്കിന്റെ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെയാണ്? നെയിം ദ പോർഷൻ ഓഫ് മയോഫൈബ്രിൽ ബിറ്റ്വീൻ 2 സക്സസീവ് ഇസഡ് ലൈൻ. 2 ഇസഡ് ലൈനിന്റെ ഇടയിലുള്ള ആ സ്പേസിനെ വിളിക്കുന്ന പേരെന്താ? അത് സ്കെലറ്റൽ മസ്കുലാർ കോൺട്രാക്ഷന്റെ യൂണിറ്റ് അല്ലേ. അതാണ് നമ്മളെ സാർക്കോമിയർ. ബി ഈസ് ദ റൈറ്റ് ആൻസർ. സാർക്കോമിയർ ഈസ് ദ റൈറ്റ് ആൻസർ. സാർക്കോമിയർ. 2 ഇസഡ് ലൈൻ്റെ ഇടയിലുള്ള സ്പേസിനെ നമ്മൾ സാർക്കോമിയർ എന്നാണ് വിളിക്കുക. സ്കെലറ്റൽ മസ്കുലാർ കോൺട്രാക്ഷന്റെ യൂണിറ്റ് ആണത്. ഓക്കെ അല്ലേ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? നോട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ഫസ്റ്റ് പെയർ ആൻഡ് ആൻസർ ഫിൽ ദ സെക്കൻഡ് പെയർ. പാരമീസിയത്തിൽ സിലിയ. എന്താ പാരമീസിയം, സിലിയ? പാരമീസിയത്തിന്റെ ലോക്കോമോട്ടറി ഓർഗൻ സ്ട്രക്ചർ ആണ് സിലിയ. അപ്പൊ അമീബന്റെ ലോക്കോമോട്ടറി സ്ട്രക്ചർ ഏതാ? അമീബന്റെ ലോക്കോമോട്ടറി സ്ട്രക്ചർ ഏതാണ്? അത് നമുക്ക് സ്യൂഡോപോഡിയ പറയാം അല്ലെ. സ്യൂഡോപോഡിയ ആണ് ലോക്കോമോട്ടറി സ്ട്രക്ചർ ആയിട്ട് നമുക്ക് അമീബന്റെ നമുക്ക് പറയാൻ പറ്റുക. ശരിയല്ലേ അല്ലേ? സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസം സ്യൂഡോപോഡിയ ആണ് ആ ലോക്കോമോഷനെ സഹായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ഫസ്റ്റ് പെയർ ആൻഡ് ആൻസർ ഫിൽ ദ സെക്കൻഡ് പെയർ. എടാ, ആക്റ്റിൻ തിൻ ഫിലമെന്റ്. അപ്പൊ തിക്ക് ഫിലമെന്റ്, നമ്മളെ മസിലിൽ 2 പ്രോട്ടീൻ ഉണ്ട്, ആക്റ്റിനും മയോസിനും. ഏതാണ് തിക്ക് ഫിലമെന്റ്? തിക്ക് ഫിലമെന്റ് നമ്മുടെ ആരാണടാ? നമ്മുടെ മയോസിൻ ആണ് കേട്ടോ. മയോസിൻ, പാമ്പ് പോലത്തെ സ്ട്രക്ചർ, ഇങ്ങനെയുള്ള മയോസിൻ അല്ലെ. ഹെഡ് ഉണ്ടാവും, ടെയിൽ ഉണ്ടാവും. ഇത് ഹെവി മീറോമയോസിൻ, ഇത് ലൈറ്റ് മീറോമയോസിൻ അല്ലെ. മയോസിൻ ആണ് തിക്ക് ഫിലമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വിച്ച് അയോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ മസിൽ കോൺട്രാക്ഷൻ വേർ ഇറ്റ് ഈസ് സ്റ്റോർഡ്. മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്ന അയോൺ കാൽഷ്യം അയോൺ അല്ലേ. മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്ന അയോൺ കാൽഷ്യം അയോൺ ആണ് അല്ലേ. നമ്മളെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് പകരം അല്ലേ മസിൽസിലൊക്കെ സാർക്കോ എന്നല്ലേ വിളിക്കുക. അപ്പൊ ഈ കാൽഷ്യം അയോൺ എവിടുന്നാണ് റിലീസ് ചെയ്യുന്നത്? അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് പകരം നമ്മൾ മസിൽസിൽ വിളിക്കുന്ന പേരെന്താണ്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. അവിടെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോർ ചെയ്യുന്ന മസിൽ കോൺട്രാക്ഷൻ ഒക്കെ സഹായിക്കുന്ന, അതിനെ സഹായിക്കുന്ന ട്രോപ്പോണിന്റെ മാസ്കിംഗ് ഒഴിവാക്കുന്ന അയോൺ ആണ് കാൽഷ്യം അയോൺ. ഇനിയോ എന്താണ് നമ്മളെ മസിൽസിന്റെ 4 പ്രോപ്പർട്ടി എന്നുള്ളത് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. എക്സൈറ്റബിലിറ്റി, കോൺട്രാക്റ്റിലിറ്റി, എക്സ്റ്റെൻസിബിലിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. മസിലിന്റെ 4 പ്രോപ്പർട്ടിയാണ് എക്സൈറ്റബിലിറ്റി, കോൺട്രാക്റ്റിലിറ്റി, ഇലാസ്റ്റിസിറ്റി ആൻഡ് എക്സ്റ്റെൻസിബിലിറ്റി. മസിലിന്റെ ഈ 4 പ്രോപ്പർട്ടീസ് നിങ്ങൾ പേര് മാത്രം അറിഞ്ഞു വെക്കുക. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? റൈറ്റ് എനി 2 കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ ഇൻവോൾവ് ഇൻ മസിൽ കോൺട്രാക്ഷൻ. മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്ന 2 പ്രോട്ടീൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ. സാറ് ഡിസ്കസ് ചെയ്ത് ഏതൊക്കെയാണ്? ആക്റ്റിനും മയോസിനും. ആക്റ്റിന്റെ സബ് യൂണിറ്റ് ആണടാ നമ്മളെ ട്രോപ്പോമയോസിനും ട്രോപ്പോണിനും ഒക്കെ കേട്ടോ. അതിന്റെ സ്ട്രക്ചറിൽ വരുന്നതാണ്. മയോസിന്റെ സബ് യൂണിറ്റ് ഏതാണെന്നറിയോ?
മയോസിന്റെ സബ് യൂണിറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ മയോസിന്റെ സബ് യൂണിറ്റ് മീറോമയോസിൻ ആണ് കേട്ടോ. മീറോമയോസിൻ ആക്ടിൻ്റെത് മെയിൻ ആയിട്ട് ട്രോപ്പോണിൻ ആണ്. ഓക്കെ, മീറോമയോസിൻ ആണ് മയോസിന്റെ സബ് യൂണിറ്റ്. ഹെവി മീറോമയോസിൻ തലയുണ്ട്, വാല്, ലൈറ്റ് മീറോമയോസിൻ ഉണ്ട്. ഓക്കെ, അടുത്തത് എന്താ? വിച്ച് തിയറി എക്സ്പ്ലെയിൻസ് മസിൽ കോൺട്രാക്ഷൻ? മസിൽ കോൺട്രാക്ഷൻ നിങ്ങൾക്കറിയാം ആക്ടിൻ അല്ലേ? ഇറ്റ് സ്ലൈഡ് ഓവർ ദ മയോസിൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇല്ലടാ, ഇങ്ങനെ ഹെഡ് ഇങ്ങനെ ബൈൻഡ് ചെയ്ത് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തിയറിന്റെ പേരെന്താ? അതിങ്ങനെ സ്ലൈഡ് തെന്നി മാറലാണ് ആക്ടിൻ മയോസിൻ അല്ലേ? ദാറ്റ് ഈസ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി എന്നാണ് പറയട്ടോ. ആ തിയറിക്ക് എന്താ വിളിക്കുക? മസിൽ കോൺട്രാക്ഷൻ തിയറിന്റെ പേര് ചോദിച്ചാൽ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? വിച്ച് ഈസ് കോൾഡ് ആസ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കോൺട്രാക്ഷൻ? അത് നമ്മൾ പഠിച്ചു, 2 ഇസഡ് ലൈൻ്റെ ഇടയിലുള്ള സ്പേസ് അല്ലേ? ആ ഫങ്ഷണൽ യൂണിറ്റ് നമ്മൾ സാർക്കോമിയർ എന്നാണ് വിളിക്കുക കേട്ടോ. എന്താ വിളിക്കുക? സാർക്കോമിയർ. ഇനിയോ അടുത്ത ഡിസോർഡേഴ്സ് എന്ന് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളത് റാപ്പിഡ് സ്പാസം ഇൻ മസിൽ ഡ്യൂ ടു കാൽഷ്യം ഇൻ ബോഡി ഫ്ലൂയിഡ്സ്. നമ്മളെ ബോഡി ഫ്ലൂയിഡിൽ കാൽഷ്യം കുറയുന്നു അല്ലേ? ആ അവസ്ഥയ്ക്ക് അതിന്റെ ഭാഗമായിട്ട് മസിൽ കോച്ചിപ്പിടുത്തം എന്നൊക്കെ പറയാം, മസ്കുലാർ സ്പാസം. ആ അവസ്ഥയ്ക്ക് നമ്മൾ ടെറ്റനി എന്നല്ലേ വിളിക്കുക? ടെറ്റനി എന്നാണ് അത് ആ അവസ്ഥയ്ക്ക് നമ്മൾ വിളിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളെ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? 1 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. നെയിം ദ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ദാറ്റ് സെപ്പറേറ്റ് മെംബ്രെയിൻ ഓഫ് പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് അറ്റ് എ കെമിക്കൽ സിനാപ്സ്. ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റും അല്ലേ? ഇതിന്റെ ഇടയിലുള്ള സ്പേസിന്റെ പേരെന്താ? ഫ്ലൂയിഡ് ഫീൽഡ് സ്പേസ്. കാൽഷ്യം അയോൺസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്പേസ്, ആ സ്പേസിന് വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് കേട്ടോ. ദ സ്പേസ് ബിറ്റ്വീൻ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ, അതിനെ നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാണ് വിളിക്കുക. ആ സ്പേസ് ഫ്ലൂയിഡ് ഫീൽഡ് സ്പേസിന് വിളിക്കുന്ന പേര് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. ഒരു മനുഷ്യന്റെ തലച്ചോറിലുള്ള ഏറ്റവും വലിയ പാർട്ട് ഏതാ? 80% നമ്മളെ ഫോർ ബ്രെയിന്റെ പാർട്ടായിട്ടുള്ള സെറിബ്രം ആണ് കേട്ടോ. സെറിബ്രം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാടാ. നെയിം ദ ഫോളോയിങ് സ്ട്രക്ചർ വിച്ച് കണക്ട് 2 സെറിബ്രൽ ഹെമിസ്ഫിയർ. 2 സെറിബ്രൽ ഹെമിസ്ഫിയറിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ സി ഷേപ്പ് നെർവ് ട്രാക്ട് ഫൈബറിനെ വിളിക്കുന്ന പേരാണടാ കോർപ്പസ് കലോസം. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? 4 റൗണ്ടഡ് സ്വെല്ലിംഗ് ഇൻ മിഡ് ബ്രെയിൻ. നമ്മളെ മിഡ് ബ്രെയിൻ്റെ ഡോർസൽ സൈഡില് 4 ലോബുലാർ സ്വെല്ലിംഗ് ഉണ്ട്, അതിനെ വിളിക്കും 4 ക്വാഡ്. അപ്പൊ മിഡ് ബ്രെയിനുള്ള 4 ലോബുലാർ സ്വെല്ലിംഗിന്റെ പേരാണ് കോർപ്പോറ ക്വാഡ്രിജെമിന. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The region of human brain which control functions such as body temperature, urge for eating and drinking. ദാഹം വിശപ്പൊക്കെ തോന്നാറുണ്ടോ? അങ്ങനെ ദാഹം വിശപ്പൊക്കെ തോന്നിക്കുന്ന സെന്റർ ഏതാ? ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന സെന്റർ ഏതാണ്? അല്ലെ, ഹങ്കർ സെന്റർ, തേർഡ് സെന്റർ. ഇറ്റ് ഈസ് ഹൈപ്പോതലാമസ് ആണ് നമുക്ക് അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ കൺട്രോൾ റെസ്പിറേഷൻ ആൻഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻ? റെസ്പിറേറ്ററി റേറ്റ് കൂടിയാലും കുറയ്ക്കാനും കുറഞ്ഞാൽ കൂട്ടാനും, അതുപോലെ നമ്മുടെ ഹാർട്ട് കാർഡിയോവാസ്കുലർ റിഫ്ലക്സ് സെന്റർ, അതുപോലെ ഗ്യാസ്ട്രിക് റിഫ്ലക്സ് സെന്റർ, ദാറ്റ് ഈസ് ഛർദി വോമിറ്റ് സെന്റർ. ഇതിനൊക്കെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ദാറ്റ് ഈസ് മെഡുല ഒബ്ലോങ്കറ്റയാണ് റെസ്പിറേഷനും ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ ബയോളജിയിലുള്ള അവസാനത്തെ ചാപ്റ്റർ ആണ്, സുവോളജിയിലെയും അവസാനത്തെ ചാപ്റ്റർ ആണ്, ഹോർമോണിന്റെ ചാപ്റ്റർ ആണ്, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ആഫ്റ്റർ ഓവുലേഷൻ ദ റപ്ചേർഡ് ഫോളിക്കിൾ ഇൻ ഓവറി ഈസ് കൺവേർട്ടഡ് ടു എ സ്ട്രക്ചർ കോൾഡ്, അല്ലെ, ആ ഗ്രാഫിയൻ ഫോളിക്കിൾ അല്ലേ, അത് റപ്ചർ ആയി കഴിഞ്ഞാൽ അത് ഫോം ചെയ്യുന്ന ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരല്ല ടെമ്പററി സ്റ്റേജ് അല്ലേ, ടെമ്പററി ഗ്ലാൻഡ് അല്ലേ, കോർപ്പസ് ലൂട്ടിയം എന്നാണ് പറയുക അല്ലേ, കോർപ്പസ് ലൂട്ടിയം. ഇവരാണ് പ്രൊജസ്റ്റിറോൺ ഹോർമോണെ സെക്രീറ്റ് ചെയ്യുക. ഗ്രോയിങ് ഓവറിയൻ ഫോളിക്കിൾസ് അല്ലേ, അവർ സെക്രീറ്റ് ചെയ്യുന്നത് ഈസ്ട്രജനെ ആണെങ്കിൽ ഈ കോർപ്പസ് ലൂട്ടിയം ആണ് പ്രൊജസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. ഹോർമോൺ കൺട്രോൾ ഡയേണൽ റിതം. അതേതാ? 24 hour റിതം സൈക്കിൾ, ഉറങ്ങുന്നത് എഴുന്നേൽക്കുന്നത് കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ഏതാ? മെലാറ്റോണിൻ ഹോർമോൺ അല്ലേ, മെലാറ്റോണിൻ ഹോർമോൺ പിനിയൽ ഗ്ലാൻഡിന്റെ സെക്രീഷൻ അല്ലേ. അടുത്തതോ ഇൻസുലിൻ കൺട്രോൾ. ഇൻസുലിന്റെ ഫംഗ്ഷൻ എന്താ? അവർ നമ്മളെ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് ലെവലാണ് അല്ലെ, ഗ്ലൂക്കോസ് ലെവൽ ഓഫ് ബ്ലഡ്, ഗ്ലൂക്കോസ് ആണ് കൺട്രോൾ ചെയ്യുക അല്ലെ. ഇൻസുലിൻ കൂടിയാൽ ഗ്ലൂക്കോസ് ലെവൽ കുറയും. ഗ്ലൂക്കോസ് അപ്ടേക്ക് ആണ്, ഗ്ലൂക്കോസിനെ തിന്നാന്ന് വിചാരിക്കുക, ഗ്ലൂക്കോസ് അപ്ടേക്ക് ആണ് ഇൻസുലിൻ ഹോർമോണിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഇൻസുലിൻ കൂടിയാൽ ഗ്ലൂക്കോസ് ലെവൽ നല്ലോണം കുറയും, ഇൻസുലിൻ ഇല്ലെങ്കിലോ ഗ്ലൂക്കോസ് ലെവൽ കൂടും. ദാറ്റ് ഈസ് പ്രമേഹം, ഷുഗർ, ഡയബറ്റീസ്, മെലൈറ്റസ് ഒക്കെ പറയാറുണ്ട്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് 2 terms ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ്. യെസ്, ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ഗ്ലൂക്കഗോൺ അല്ലേ. അപ്പൊ ഏതാണ് ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ? എന്താ ഹൈപ്പോഗ്ലൈസീമിക്? ഹൈപ്പോ കുറയ്ക്കുന്നു, ഗ്ലൈസീമിക് ഗ്ലൂക്കോസ്. അപ്പൊ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്ന ഹോർമോൺ, ഗ്ലൂക്കോസിനെ തിന്നുന്ന ആൾ ഗ്ലൂക്കോസ് അപ്ടേക്ക്, ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇൻസുലിൻ.
ഇൻസുലിൻ. ഗ്ലൂക്കഗോൺ എന്ന് വെച്ചാൽ ഗ്ലൂക്കഗോൺ അല്ലെ, ഗ്ലൂക്കോസ് ലെവൽ കൂട്ടും. ഹൈപ്പർ ഗ്ലൈസീമിക് ആണ്. ഹൈപ്പോഗ്ലൈസീമിക് ഇൻസുലിൻ ആണ്. ഓക്കെ അല്ലേ? ആഫ്റ്റർ ഓവുലേഷൻ, ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തു. കോർപ്പസ് ലൂട്ടിയം ആണ് അല്ലേ? ഓക്കെ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? അടുത്തത് നമുക്കൊരു ഡിസീസ് തന്നിട്ട് അതിന്റെ കോസസും തന്നിട്ടുണ്ട്. അപ്പൊ ചിലത് നിങ്ങൾ ഫില്ല് ചെയ്യണം. എന്താണ്? ഡ്വാർഫിസം, അത് ഗ്രോത്ത് ഹോർമോൺ കുറയുന്ന അവസ്ഥയാണ്. ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ചൈൽഡ് ആണെങ്കിൽ ജൈജാൻറ്റിസം പറയാം. അതുപോലെ അഡൽട്ട് ആണെങ്കിലോ, അഡൽട്ട് എ അല്ലേ സ്റ്റാർട്ടിംഗ് ലെറ്റർ, അപ്പൊ അക്രോമെഗാലി പറയാം അല്ലെ. ഇനിയോ ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ഗോയിറ്ററിലേക്ക് അല്ലെ, തൈറോയ്ഡ് ഹോർമോൺ ഡെഫിഷ്യൻസി ആണ്. ഡയബറ്റിസ് മെലൈറ്റസിന്റെ കാരണം എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ ആണ് ഡയബറ്റിസ് മെലൈറ്റസിന്റെ അല്ലെ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇൻസുലിൻ ഡെഫിഷ്യന്റ് ആവും, അപ്പൊ ഗ്ലൂക്കോസ് ലെവൽ നല്ലോണം കൂടും. പ്രൊലോങ്ഡ് ഹൈപ്പർഗ്ലൈസീമിയ, നല്ലോണം ഗ്ലൂക്കോസ് ലെവൽ കൂടിയാൽ അതിന് പ്രമേഹം, ഷുഗർ, ഡയബറ്റിസ് മെലൈറ്റസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ നമ്മൾ സെറ്റായിട്ട് 1 മാർക്കിന് മുഴുവൻ ക്വസ്റ്റ്യനും ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ പോയിന്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. അത് എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ മക്കളെ മറക്കണ്ട, നമ്മളെ ഇന്ന് ചാപ്റ്റർ റിവിഷൻ ആയിട്ടും അതേപോലെ എക്സാമിന്റെ തലേ ദിവസം, അതായത് നാളെ നമ്മൾ മുഴുവൻ ക്വസ്റ്റ്യൻ സീരീസുമായിട്ടും കൃത്യം 4:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ നമ്മളെ എക്സാമിന്റെ അന്നേ ദിവസം രാവിലെയും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പം നിങ്ങൾ അവിടേക്ക് എത്തുക, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ.